Science. ഞാൻ എടുത്തോ ഇറങ്ങിയാ? ഓ ഹെൽമെറ്റ് ഒക്കെ എടുത്താ? ഹെൽമെറ്റ് ഒക്കെ പുതിയ എടുക്കാൻ ആളുകൾ ആളുണ്ട്. വന്നു. പുതിയ ആളുകളായി. കൊണ്ടുവരൂ. അവനല്ലേ ആരാ? റൊണാൾഡ് ഉണ്ടല്ലോ. അച്ചാച്ചാ ഇനി വന്നേ, ഏട്ടൻ വിളിക്കുന്നു. ആ ഇവിടെ ഉണ്ടാടേ നീ. എന്തുണ്ട്, പണിയൊന്നുമില്ലേ? ഒന്നുമില്ല. ചിലപ്പോ കേറ്ററിംഗ് വിളിക്കും. ഇന്ന് കേറ്ററിംഗ് ചിലപ്പോ വിളമ്പാണ് വൈകിട്ടൊരു അനുഭവം. അറിയാവുന്ന പണിയാടാ. അല്ല, അറിയാവുന്ന പണി വരുന്നില്ല. വെച്ചപ്പോ വർഷോപ്പിലൊന്നും ഒരു പണി പോലും ഇല്ല. ഷോറൂമാര് വെറുതെ ഇരിക്കുക. ഞാൻ അവിടെ വരെ വിളിച്ചു പോയി. പണി വന്നാ ചെയ്യോ? പിന്നെ എന്ത് ചോദ്യാ? അല്ല ഇനി പണി ചെയ്യാതിരുന്നാലും മറന്നു പോയിട്ടുണ്ടോ നീ? പണിയാ? ആ ചത്താലും ഞാൻ എന്റെ പണി മറക്കത്തില്ല. എന്റെ കൈത്തൊഴിലല്ലേ ഇത്. നമ്മുടെ സുരേഷ് സാറിന്റെ ഒരു ബന്ധു ഷാനു, അവന്റെ ഒരു വണ്ടി ഒന്ന് ബാംഗ്ലൂരേക്ക് കൊണ്ടുപോകണം. സുരേഷ് സാറിന്റെ വണ്ടിയോ? സുരേഷ് സാറിന്റെ ഒരു ബന്ധുവാ. അപ്പൊ പുള്ളിക്കാരന്റെ വണ്ടി ശരിയാക്കി ഒന്ന് ചെറിയ ചെറിയ പണികളുണ്ട്, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്ന് ബാംഗ്ലൂരേക്ക് കൊണ്ടുപോകണം. ഞാൻ എത്ര ദൂരം ഓടിച്ചു പോകാനോ? ട്രെയിനിൽ കയറ്റി വിടുവാടാ. നീ അതിനകത്തുള്ള ഇപ്പോഴുള്ള കുറച്ച് കുഴപ്പങ്ങളുണ്ട്, അതൊന്ന് ശരിയാക്കി കൊടുക്കണം. എന്ന് കൊടുക്കണം വണ്ടി? ഇന്ന് കൊടുക്കണം. ഇന്ന്? ഓ നീ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, നീ പോയി എടുക്കണം. PTP നല്ലടാ. അല്ല മറ്റേ ചെന്ന് വണ്ടി നോക്കുമ്പോഴേ മേജർ പണിയല്ലാന്ന് ഉച്ചയ്ക്കുമ്പോ തീരത്തില്ല. മേജർ പണിയൊന്നും ഇല്ല. ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അവർ വാങ്ങിയും വെച്ചിട്ടുണ്ട്. നീ വല്ല ഓയിൽ ചേഞ്ചോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് എന്നിട്ട് പറഞ്ഞാലോ. സമയത്ത് എത്തണ സാധനം 3 മണിക്ക് തീർത്തോളണം, ഇല്ലെങ്കിൽ വെറുതെ എന്നെ കൊണ്ട് ഇടപെടുത്തിക്കരുത്. അതെന്ന് വെച്ചപ്പോ ഒരുപാട് സ്നേഹവിശ്വാസം ഇല്ലാത്ത സംസാരിക്കുന്നത്. അങ്ങനെ നീ പറയണത്. ആദ്യം പറഞ്ഞുകൊണ്ട് രണ്ടാ പറഞ്ഞില്ല. സ്നേഹമുണ്ട്, വിശ്വാസമില്ല നിന്നെ നിന്റെ ചേട്ടനെ. മകളെ ടാറ്റാ. ഭാഗ്യത്തിന് കണ്ടില്ല എന്റെ ഈശ്വര. രാവിലെ എങ്ങോട്ടാണോ എന്തോ രക്ഷപ്പെട്ടു. ഇതിനെ തങ്കത്തിനൊന്ന് കാണാൻ വന്നത്. വെറുതെ വല്ലപ്പോഴും ഇങ്ങനെ പോകുമ്പോ ഒന്ന് കേറാറുണ്ട്. കുഴപ്പമില്ല, സാധാരണ ആൾക്കാർക്ക് അങ്ങനെ പോകാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ വന്നിട്ട് പോകുമ്പോൾ പ്രശ്നങ്ങളാണല്ലോ. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം? കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയപ്പോ അമ്മയെ പറ്റി എന്ത് പറയാ നിങ്ങള്? ലില്ലിയെ പറ്റി എന്ത് പറയാ നിങ്ങള്? ലില്ലിയെ പറ്റി അമ്മയെ കുറ്റം പറയാം, അമ്മയെ പറ്റി ലില്ലിയെ എടുത്ത് കുറ്റം പറയാം, എന്നിട്ട് തമ്മിൽ അടുപ്പിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ നാട് മുഴുവൻ പറഞ്ഞ എന്താണ്? ഇവിടെ 2 അളിയന്മാരുണ്ട്. ഒരുത്തൻ വെള്ളയും വെള്ളിട്ട് ആളുകൾ പറ്റിക്കാൻ നടക്കുന്നു, ഒരുത്തൻ കാക്കി വേഷം ഇട്ടിട്ട് പറ്റിക്കാൻ നടക്കുന്നു. ഞാൻ പറ്റിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കൈക്കൂലി കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അനാവശ്യം പറഞ്ഞു. നിങ്ങളുടെ അഭിനയം എന്റെ അടുത്ത് കാണിക്കരുത്. നിനക്ക് അറിയില്ല, പറഞ്ഞു മനസ്സിലല്ലോ. ഞാൻ മാതൃകാ പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്, ശരിയാണ്. പക്ഷെ എന്റെ കുടുംബത്തിന് കളിച്ചാണല്ലേ. ആണോടത്തിനായിരുന്നെങ്കിൽ തറ കിടന്നെ ഇവിടെ. എനിക്ക് വേണ്ട, തമ്മ കുടിച്ചോ. വേണ്ടേ? കുടിച്ചോടി. വേണ്ട. ഒതുങ്ങിക്കപ്പാ. കൊച്ചെന്നെ ഇങ്ങനെ ഇത്ര ധൃതി പിടിച്ച് കഴിക്കുന്നത്? നീ സാവധാനം കഴിച്ചാ മതി. റൊണാൾഡിന്റെ ധൃതിയല്ല, നിങ്ങൾ ആംഗ്ലയുടെ ധൃതി എന്നിലേക്ക് കയറിയതാ. ആ വണ്ടി എടുത്തോട്ടെ, പണിഞ്ഞിട്ട് 2 മണിയാകുമ്പോഴത്തേനും മുഴുവൻ കഴിച്ചിട്ട് പോയിക്കേ. വണ്ടി 2 മണിക്കാണ്ട് റെയിൽവേ യാർഡിൽ കൊടുക്കണം. വൈകിട്ട് ബാംഗ്ലൂരിലേക്ക് കയറ്റി വിടാമല്ലോ ട്രെയിനകത്ത്. ഇനി യാർഡിൽ കൊടുക്കണം എന്തിനാ വണ്ടി? ട്രെയിനകത്ത് കയറ്റി വിടുമ്പോഴേ അത് പായ്ക്കണം. ബയൻഡും കച്ചി ചാക്ക് വെച്ച് പായ്ക്കണം. എല്ലാം വണ്ടി റെയിൽവേ സ്റ്റേഷനിലോട്ടാ പോണേ. ഇപ്പൊ ഞാൻ നേരെ PTP നഗറിൽ പോകും. അവിടെ പോയി അച്ചമ്പി വിളിച്ചിട്ട് വീട് ചോദിച്ചിട്ട് വണ്ടി ഇവിടെ ജംഗ്ഷനിൽ കൂടി അല്ലേ അങ്ങോട്ട് പോണത്? ഓ അല്ല, ഇത് പാക്ക് ചെയ്യുമ്പോ ഒരശൊന്നും ഇല്ലേ? പറയാതിരിക്കാൻ വേണ്ടിട്ട് പാക്ക് ചെയ്ത് കൊടുക്കും. നേരിട്ട് കൊടുക്കും. അങ്ങനെ പോണ വഴിക്കേ 1 2 ചേച്ചി വാ വാ. ഇങ്ങോട്ട് വാ, ഇവിടെ തിരക്കാ. വാ കഴിക്കാം. ഓ കഴിക്കുവാണോ? ഇത്രയും നൂല് മേടിച്ചോണ്ട് തന്നെ ഈ കളറ്.
സ്പെഷ്യല് നീ കൂടി പോകുമ്പോൾ നൂലുകളുണ്ട്. ഇന്ന് കയറാൻ സമയമില്ല. ഞാൻ പണി കഴിഞ്ഞിട്ട് ഇതങ്ങ് കൊടുത്ത് അവർ ഇത്രയും നൂലും എടുത്ത് തരും തയ്ക്കാൻ വേണ്ടിട്ടാ. സമയമില്ല. ഞാനിപ്പോ ഓട്ടോ വിളിച്ചാ പോണേ. തിരിച്ച് ആ ബൈക്ക് എടുത്തോണ്ട് വരുമ്പോ ഞാൻ ഈ കുറുക്ക് വഴി ഇനി വരത്തേ ഉള്ളൂ. എടാ ആ ഓട്ടോ ഒന്ന് അവിടെ നിർത്തിയാ പോരെടാ റൊണാൾഡേ. എങ്ങനെ താമസിച്ചാൽ മച്ചമ്മ എന്നെ വെച്ചേക്കത്തില്ല. അത് ആദ്യമേ പറഞ്ഞിട്ടാണ് ഈ പണി ഏറ്റെടുക്കുന്നത്. ഞാൻ വൈകിട്ട് പഠിച്ചു ഒരു കാര്യം. അപ്പൊ നീ ഇനി മൂത്രം ഒഴിക്കാൻ കൂടി പോകൂലേ? മൂത്രം പോലും ഒഴിക്കത്തില്ല. സമയം അയ്യോ കഴിഞ്ഞോ? എന്തോന്നു? ഒരു അതിഥി ഇവിടെ വന്നിട്ടൊന്ന് മൈൻഡ് ചെയ്യാൻ. എന്റെ പൊന്നെ നാലഞ്ച് നൂല് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടാ. ഇനി ഞാൻ ഇത് മേടിക്കാൻ വേണ്ടി ഒരുങ്ങി കിട്ടി പോണ്ടേ? റൊണാൾഡോക്ക് എന്തോ പണി, വേറെ എന്നിട്ട് പണിയുണ്ടോ? പുതിയ ചൂട് 2 സാധനം അടിച്ചാ പെട്ടെന്ന്. റൊണാൾഡോട് ഞാൻ പറഞ്ഞോട്ടെ, നിനക്ക് കാണുമ്പോ എന്നോട് ഇത്ര ചൊറിച്ചിൽ എന്തുവാ നിന്റെ തരക്കാരോട് പോയി കളിക്കടാ. എപ്പോഴും ഇങ്ങനെ മഴ വെച്ച് കണ്ടാലും അപ്പൊ ഇവനോട് ചൊറിയണം. അതെ, ഈ നുണയെന്നുള്ള കാര്യം ഞാൻ പറയുന്നതല്ല, നാട്ടുകാർ കവലയിരുന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നാട്ടുകാരെന്താന്ന് പറഞ്ഞ കവലയിരുന്നോണ്ട് എന്റെ കാര്യം തന്നെ പറഞ്ഞു. അമ്മ ചേച്ചി നുണ പറഞ്ഞു നടക്കുവാ പറഞ്ഞോടാ. ഇവനെല്ലാം കയ്യിൽ നിന്നിടും. സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ മുക്കിന് പോയിരുന്ന ആണുങ്ങളാണ് നുണ പറയുന്നത്. പെണ്ണുങ്ങളുടെ തലയാക്കാതെ വന്നിരിക്കുന്നത്. ഉണ്ടായില്ല. അപ്പൊ അവിടുന്ന് തങ്കം ഞാൻ എന്തിനാ വന്നറിയോ? ഒരു സന്തോഷമുള്ള കാര്യം ഈ ചെറുക്കനൊന്ന് പോട്ടെ എന്നിട്ട് പറയാം. സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞാലും ഇവൻ കേൾക്കരുത്. ഞാൻ പറഞ്ഞതാ. ഞാൻ എന്തിനാ വന്നറിയോ? സന്തോഷമുള്ളൊരു കാര്യം പറയാനേ. വിലാസിനിയുടെ അച്ഛൻ പെറ്റടി. പുട്ടൊരെണ്ണം കൂടെ കൊടുക്ക്. അയ്യോ പോട്ടെ ഇച്ചിരി പുട്ട് കഴിക്കാം. പുട്ടെടുക്കട്ടെ? വേണ്ട മോളെ, ഞാൻ രാവിലെ കഴിച്ചത്. എന്നാ ഒരു ഇച്ചിരി പുട്ട് കഴിക്കേ. പോവാണേ. എടാ നൂല് മറക്കരുത്. നൂല് മറക്കും. വേണ്ട, എനിക്കൊന്നും കഴിക്കാൻ വേണ്ട. ഇച്ചിരി പയർ മാത്രം വെച്ചോ വേണേ. എന്താ എന്നാ വന്നേന്ന്? ഞാനേ ഒരു അത്യാവശ്യ കാര്യം പറയാനാ വന്നത്. എന്നാ പറഞ്ഞോ? എന്താന്നറിയാം? ചിട്ടിയും വട്ടിയാണെങ്കിൽ ഞാനില്ല. കണ്ടോ, ചിട്ടിയും വട്ടിയും ഒന്നും അല്ല. കണ്ടോ, ചിട്ടി മാത്രമേ ഓർമ്മയുള്ളൂ ഞാൻ ഇങ്ങോട്ട് വന്ന. പിന്നെ വേറെ കാര്യം, നമ്മൾ അടുത്ത മാസം വേളാങ്കണ്ണിക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ടേ. ഓ നല്ല സൂപ്പർ ഒരു വണ്ടിയാ ബുക്ക് ചെയ്തിരിക്കുന്നത്. ആകെ ഒരു 40 സീറ്റുണ്ട്. അതിൽ 20 ഇപ്പൊ തികഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ ചുറ്റുപാടൊക്കെ നടന്ന് അപ്പുറത്തേക്കൊന്ന് പോവാ. ഞാൻ കുറച്ച് പേരെ പിടിക്കണം. തങ്കവും മോളും പിള്ളേരും എല്ലാം കൂടെ വന്നാ നമുക്ക് പൊളിക്കാം. പോവാൻ പറ്റുമോ? കൊറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ. എത്രയാ ടിക്കറ്റ്? എത്രയാ? 2500 രൂപയേ ഉള്ളൂ ഒരാൾക്ക്. ഒരാൾക്കോ? ഒരാൾക്ക് 2500? എന്തൊരു നഷ്ടം. എന്ത് നഷ്ടമാ? ഇവിടുന്ന് ബസ് കയറി പോയാൽ മതിയല്ലോ. 2500 രൂപ പോയി റൂം വേണ്ടേ താമസിക്കാൻ? പിന്നെ പോകുന്ന വഴിക്ക് എത്ര പള്ളിയിൽ ഇറങ്ങുന്നറിയോ? എവിടെല്ലാം കയറുമെന്നറിയാമോ? നല്ല ഫുഡ്, 3 നേരം ഫുഡ് ഇത്രയും പേർക്ക് എല്ലാം തരണ്ടേ? ഒരു റൂം എടുക്കണമെങ്കിൽ 2500 രൂപ കൊടുക്കണമല്ലോ. ശരിയാ, ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് പാങ്ങില്ല. ഈ പെണ്ണിന്റെ പഠിത്തമായിട്ട് കുറെ ഇനിയിപ്പോ അവക്ക് ഈ ആപ്ലിക്കേഷൻ ഒക്കെ എല്ലായിടത്തും കൊടുക്കാനുണ്ട്. അതിന് 10,000 രൂപ അതിന് വേണം. നീ എന്തൊന്നും അറിയാത്ത പോലെ പറയണേ. അല്ല, അവിടെ എനിക്ക് പോണോന്നുണ്ടായിരുന്നു ആ പള്ളിയിൽ. ഒരു കാര്യം ചെയ്യും, ക്ലീറ്റ വരട്ടെ. പിള്ളേരുടെ ആഗ്രഹമില്ല തങ്ക, ഒന്ന് ആലോചിക്കേ. ഇവനൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാന്ന് വിചാരിച്ചേക്കണേ? ഒന്നുമല്ല, 2 സ്ഥലം കാണാൻ വേണ്ടി. എനിക്ക് പ്രാർത്ഥിക്കാനോ? അയ്യോ, കുഞ്ഞിന് പ്രാർത്ഥിക്കാൻ. ഒരു കാര്യം തങ്ക, ഒരു കാര്യം ഞാൻ പറയാം. ഇവളുണ്ടല്ലോ വേളാങ്കണ്ണിക്ക് ഒറ്റ പ്രാവശ്യം ഒന്ന് പോയി. സത്യമായിട്ടും പോയിട്ട് തിരിച്ചു വന്നിട്ടല്ലോ, പ്രാർത്ഥന ദൈവം കേൾക്കും. കളക്ടറാകും മോള്, കളക്ടർ. സത്യം യോമന ചേച്ചി പറഞ്ഞ അച്ചട്ട. മോളൊന്ന് ആലോചിക്കും. പെട്ടെന്ന് ഇങ്ങനെ പറയണേ. ഇതിനിപ്പൊ എന്തോന്ന് ആലോചിക്കാനിരിക്കുന്ന എന്റെ തങ്കം. 2500 3 പേര് പോകുമ്പോഴത്തേനും ഇവനും ഫുള്ള് കൊടുക്കണോ? ഇവന്റെ കാര്യം നമുക്ക് ആലോചിക്കാം. പകുതി നോക്കാം, ആലോചിച്ചിട്ട് പറയാം. ഞാനേ അപ്പുറത്തേക്ക് ഒന്ന് പോയിട്ട് ഉച്ചയാകുമ്പോഴേ തിരിച്ചു വരും കേട്ടോ. നമുക്ക് 3 പേര് കയറ്റി വാങ്ങിക്കാം. നമുക്ക് വേറെന്തെങ്കിലും കളിക്കാം. വേറൊന്നും കളിക്കണ്ട, ഇതുപോലെ വേണ്ട, നമുക്ക് സാറ്റ് കളിക്കാം. മാമയും അമ്മനൊക്കെ പറഞ്ഞ അങ്ങോട്ടൊന്നും പോണ്ട, അവിടെ പാമ്പ് കൊണ്ടെന്ന്. അതൊക്കെ ചുമ്മാ അറിഞ്ഞ. നമ്മളിവിടെ കളിക്കുക. കളി സാറ്റ് കളിക്കാന്ന് വെച്ചിരുന്നേ. ഇപ്പഴാ റൊണാൾഡോ. ഇതെന്തായിരിക്കും? ഐസ്ക്രീം. നിങ്ങൾക്കിഷ്ടപ്പെട്ട, നിങ്ങൾ കാണാൻ കൊതിയോടെ കാത്തിരുന്ന ബേക്കറി ഐറ്റംസ് ഫ്രം മുന്തിരി ജ്യൂസ്, ബോംബെ പൂട, കട്ട് കേക്ക്. ഏത് വേണം? മുന്തിരി ജ്യൂസ് ആർക്കൊക്കെ വേണം? എനിക്ക് വേണം. മുന്തിരി ജ്യൂസ് ഒന്നും അല്ല. അന്റെടാ ഓയില് വേസ്റ്റ്.
നട്സ് മുന്തിരിയാസ് എന്ന് പറഞ്ഞ് ഓടി വന്നേക്കുന്നത് എൻ്റെ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കില്ല പിന്നെ ഭയങ്കര പിള്ളേർ എന്നാലും ഞങ്ങളെ ചർച്ച ചതിച്ച അതെ ഞാൻ പെട്ടെന്ന് വന്നോണ്ട് എങ്ങും കയറാൻ പറ്റിയില്ല നമുക്ക് ഈ വണ്ടി പണിഞ്ഞ് പൈസ കിട്ടി കഴിയുമ്പോൾ വൈകിട്ട് ഉറപ്പായിട്ട് എനിക്ക് ചെലവ് ചെയ്തു വാങ്ങിച്ചു തരണേ. ഉറപ്പ് സെറ്റ് ഇതിനകത്തൊന്നും കൈയിടാൻ നിൽക്കല്ലേ ആ കളിക്കാം. അമ്മേരെ നൂല് വാങ്ങിച്ചാ? മറന്നുപോയി അമ്മ ഇവിടെ അലക്കലിന്റെ അവിടെ ഉണ്ട്. ആ ശരി ഞാൻ നന്നായിട്ട് പറയണ്ട കേട്ടോ ഞാൻ നൈസായിട്ട് പോയിട്ടെ പാർട്സ് കൊടുത്ത് കയ്യിൽ മാറിയിട്ട് വരാം ഒന്ന് എടുക്കല്ലേ കോട്ടയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കണേ. വൈകിട്ട് ഐസ്ക്രീം ആ ചേച്ചി. എന്തോ പരിപാടി? ഓ ഞാൻ കുറച്ച് കരിയപ്പില എടുക്കണം. എന്തായി പോയി? ഓ എന്താ ആവാനാ, നമ്മളെ പോസ്റ്റ്മാൻ ഇല്ലേ ഒരു വിധത്തിൽ സമ്മതിച്ചു വരാൻ, പെൻഷനൊക്കെ ആയിരിക്കുമല്ലോ, വേറെ പണിയൊന്നുമില്ല, ഒരു ടൈം പാസ്. പുള്ളിക്ക് ഭയങ്കര ഹാപ്പിയായി. പക്ഷേ വനജ കുഞ്ഞമ്മയുണ്ടല്ലോ ഒരു രക്ഷയില്ല, അടുക്കത്തതേ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ദാരിദ്ര്യം പറിച്ചില്ല. നോക്കിക്കോണം, അവരുടെ ദാരിദ്ര്യം നിന്നിട്ട് ഒരു കാര്യമില്ല. അവസാനം ഞാൻ അവരെ എങ്ങനെ കൊണ്ടുപോകുന്നു പോയി, ഇത് അറിയിക്കാതെ പോയില്ല, ഓമനെ എന്നെ അറിയിച്ചിരുന്നൊക്കെ പറയും. വെറുതെ വെറും വേസ്റ്റ്. എന്നാലും ചിലപ്പോൾ വരുമായിരിക്കും. ഇനി പിന്നെ നമ്മുടെ തങ്കത്തിൻ്റെ അടുത്തോടൊന്ന് പോകണം. ഒരു പകുതി സമ്മതിച്ചിരിക്കുക. ആ ലില്ലിയെ കൂടെ പോയി ഒന്ന് കാണണം. രണ്ടും കൂടെ ഭയങ്കര ഹോട്ടലാണല്ലോ, രണ്ടും കൂടെ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ കാര്യം. അതുകൊണ്ട് പോകുന്ന വഴി ലില്ലി ഒന്ന് സോപ്പിടണം കേട്ടാ. പിന്നെ അല്ലേ തമ്പിയോടെ പോയി? തമ്പിച്ചേട്ടനെ ഒരു സീരിയലിന്റെ സംവിധാനം വിളിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ വേഷം കിട്ടിയോ? അറിയാൻ വയ്യേച്ചി, പോയിട്ടുണ്ട്. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ വേളാങ്കണ്ണിക്ക് നമുക്ക് പോവാം. ഇല്ല, തമ്പിച്ചേട്ടൻ അവിടെയൊക്കെ കുറെ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട് തമ്പിച്ചേട്ടൻ വരൂല. നാടകം ചെയ്യാനല്ലോ പോകുന്നത്, വേളാങ്കണ്ണിയിൽ ഇരുന്നോണ്ടത് വെച്ച് രണ്ടുപേരും കൂടെ പോകാൻ നോക്ക്. വാങ്ങോട്ട് കാര്യം ഞാൻ കുറച്ച് പൈസ ഒക്കെ കുറച്ച് തരാം നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ. പക്ഷെ തങ്കമൊന്നും അറിയണ്ടായി കാര്യം ഞാൻ പറഞ്ഞത്. ഇല്ല ഞാനില്ല, പോയിട്ട് വന്നാ ഞാൻ നല്ല കടുപ്പത്തിന്റെ ചായ. എനിക്ക് ചായ ഒന്നും വേണ്ട, എൻ്റെ വയറ് കഴിച്ചു വയറ് ഫുൾ ആഹാരമല്ല അവിടെ നിന്ന് കഴിച്ച് 3 വീട്ടിൽ ചായയും കുടിച്ചു. എനിക്ക് വേണ്ട, വാങ്ങോട്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, സുലും കൂടെ ഒന്ന് പറയണം. തങ്കത്തിൻ്റെ അടുത്ത് ഞാനും വരുന്നുണ്ട് തമ്പിയും വരുന്നുണ്ടെന്ന് പറഞ്ഞൊന്ന് സോപ്പിട്ട് ഒന്ന് റെഡിയാക്കണം. ഞാൻ വന്നില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നും, ഞാൻ പറയാം. അയ്യോ അതാണോ ഇപ്പൊ ഒരുപാട് പണിയൊക്കെ ഉണ്ടല്ലോ. എന്റെ പൊന്നെ പ്രാഗല്ലേ, ഒരുപാട് പണി. എത്ര നാളിന് ശേഷം ഒരു പണി വന്നത്. പിന്നെ എന്തൊക്കെ ടൂർ പരിപാടിയോ വേളാങ്കണ്ണി ദർശനം എന്നൊക്കെ പറഞ്ഞു. ചെറിയ പരിപാടി ഉണ്ട്. അടുത്ത മാസത്തിലേ വേളാങ്കണ്ണിക്ക് ഒന്ന് പോകാൻ തീരുമാനിച്ചു. രാവിലെ അങ്ങോട്ട് പോയിട്ട് ആൾക്കാരൊക്കെ കിട്ടിയേ? ഒട്ടൊക്കെ വരുന്നു. വരുന്നുണ്ട്. നീ വരുന്നു? എന്തുവാടേ തങ്കമൊക്കെ വരാൻ നോക്കാന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. 2500 രൂപ റേറ്റ് കൂടുതലാ. ഞാൻ 2 വർഷം മുമ്പ് വേളാങ്കണ്ണി വണ്ടി വിട്ടിട്ടുള്ളത്. അത് 2500 രൂപ കൂടുതലോ? എത്ര വർഷം മുമ്പ് വണ്ടി വിട്ടത്? 2 വർഷം മുമ്പ്. പിന്നെ ഉടങ്ങാപ്പള്ളിയിലായിരിക്കും. ചുമ്മാ ആയിരിക്കും, വേറെ വർത്താനം പറ. 2500 രൂപയ്ക്ക് ഇപ്പൊ നല്ല ഒന്നാമത്തെ റൂമുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു 10 അല്ല 10-20 പള്ളിയിലൊക്കെ കയറും. പിന്നെ നല്ല ഫുഡ്. ഒരു കാര്യം ചെയ്യാം, ഞാനും പെണ്ണും പിള്ളേ 2 പിള്ളേരും പപ്പയും അമ്മ വരാം. പക്ഷെ വണ്ടിക്കൂലി 2 മാസം കഴിഞ്ഞത്. എന്ത് വർത്താനം റൊണാൾഡോ പറയുന്നത്? പൈസ വേണ്ട പണിയാന്നല്ലോ ഇവിടെ ഇരുന്നുണ്ട്. പണി ഓടെ പണി. നേരം വെളുത്ത് വൈകുന്നേരം എന്റെ ഓർമ്മകളിലാ. പണ്ട് വർക്ക്ഷോപ്പ് ഓടുന്ന സമയത്ത് എത്ര നാളിന് ശേഷം ഇത്ര നല്ലൊരു പണി വന്നെന്നറിയാ. നിങ്ങളുടെ വിചാരം ഞാൻ ഇവിടെ നിന്ന് വണ്ടി പണിയുന്ന മൊത്തം വലിയ പണിയെന്ന്? ഒന്ന് ചെയിൻ മുറുക്കുക, അല്ലെങ്കിൽ ക്ലച്ച് കേബിൾ മാറുക, കൂടി 100 രൂപ തരും. എന്നെ പോലെ ചെറുപ്പക്കാരൻ 100 കൊണ്ട് നടക്കും. എത്ര നാളിന് ശേഷം നല്ലൊരു പണി കനമച്ചപ്പി കൊണ്ടുതന്നറിയാം. അല്ലല്ലേ, കനമച്ചപ്പിയുടെ സ്റ്റേഷൻ ജോലി ചെയ്യുന്നേ ഒരു സാറുണ്ട്. ആ സാറിന്റെ ബന്ധുവിന്റെ കണ്ട. അപ്പൊ ഇതൊന്ന് ബാംഗ്ലൂർ ട്രെയിനകത്ത് കയറി പോണ്ടേ, അതില് വന്ന് എടുത്തോണ്ടെന്ന് അന്നേരം പണി ചെയ്ത് മനുഷ്യന്റെ ഊപ്പാട് നിന്ന് വെയിലെത്തിരുന്നുണ്ട്. ഒരു പണിയെല്ലാം തീർച്ചപ്പെടുന്ന തോ അറിയത്തില്ലേ. പുള്ളി എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഏർപ്പിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കൃത്യനിഷ്ഠത പരിപാലനം അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. എന്നെ ചീത്ത വിളിച്ച് കണ്ണുപൊട്ടിക്കും. വരുന്നില്ലേ തൊട്ട് ഞാനേ മുഷിനിയൊക്കെ ഒന്ന് പോയി കുളിക്കട്ടെ. രാവിലെ തൊട്ട് വിയർത്ത് പോക്ക് കണ്ട അവർക്ക് ഈ വണ്ടി മൊത്തം പൊളിച്ച് പണിയുമായിരുന്നു. കനകന്റെ കെയർ ഓഫിലുള്ള വണ്ടിയാണല്ലോ. അപ്പൊ ഇത് തിരിച്ചു കൊടുക്കേണ്ടത് കനകന്റെ ഉത്തരവാദിത്വമാണല്ലോ. ഈ വണ്ടി ഇന്ന് ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് കൊണ്ടുപോകുന്ന എനിക്കൊന്ന് കാണണം. വഴി വെച്ച് കണ്ടപ്പോ എന്നെ പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. ഈ ഓമനയ്ക്ക് 8ന്റെ പണി തന്നാ 10ന്റെ പണി കൊടുക്കും. അതാ ഈ ഓമന. അവളോടാ കളി. വണ്ടി എടുക്കാൻ വരുമ്പോഴേ
നിന്ന് ഉരുകുന്ന എനിക്കൊന്ന് കാണണം. ഇത് കണ്ടിട്ട് ഈ നോമൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. നമ്മളോടാ കളി. എന്താടാ കഴിഞ്ഞ ഫിനിഷ്. ആ കഴിഞ്ഞ ആ ആ കുറച്ച് കഴിയുമ്പോൾ പുള്ളി വരും. ആ എന്നെ വിളിച്ചായിരുന്നു ഇറങ്ങുവാന്ന് പറഞ്ഞു. വിളിച്ചാ ആ ആ നന്നായി ശരിയാക്കിയാടാ. പുള്ളി ശരിയാക്കി അച്ചമ്പി. ആയ ചോറ് കണ്ടീഷനായി. ആ അച്ചമ്പിയുടെ കയറപ്പി വരുമ്പോ നമ്മൾ അങ്ങനല്ലേ ചെയ്യൂ. ഇവനത് വെള്ളം ഒഴിച്ച് കഴുകി കൂടായിരുന്നാ? അല്ല തുടച്ച് കഴുകി ഈർപ്പത്തിലേ മറ്റേ കയറ്റി വിടാൻ വേണ്ടി പാക്ക് ചെയ്താലേ അതാ ചോദിച്ചേ. ചിലപ്പോൾ അത് പണിയാവും. ശരിക്കും അടിപൊളി സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ആഹാ. ഇവൻ എഞ്ചിൻ ഓയിൽ മാറി ബ്രേക്ക് ഷൂ അതെല്ലാം മാറി കഴിഞ്ഞപ്പോഴത്തേന് വണ്ടി നല്ല സ്മൂത്തായി. തട്ടിലും മുട്ടിലും ഇല്ലാത്ത വണ്ടിയാണെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല. വണ്ടിയാ പുള്ളിയുടെ കയ്യിലുള്ള വണ്ടിയാന്നാ പറഞ്ഞത്. നല്ല പൊന്നു അത് കൊടുത്തിട്ട് ഇതേപോലെ ഒരു വണ്ടി എടുക്കും. 1 രൂപയ്ക്കകത്ത് വിലയുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. നല്ല പൈസ ആവൂലേ? ഇല്ല 10-30 രൂപ ഡൗൺ അടച്ചിട്ടേ ബാക്കി ഫിനാൻസ് ഇട്ട് എടുക്കാം. മറ്റേ വണ്ടി എക്സ്ചേഞ്ച് ചെയ്താലും മാന്യമായ പൈസ കിട്ടുമല്ലോ. ഫിനാൻസിന് മാസം കൊടുക്കട്ടെ. അത് കൊടുക്കണം, എന്നാലേ എടുക്കാൻ പറ്റും. ഇനി ഞാൻ പറയുന്നത് ബൈക്ക് എടുക്കണ്ട, കാർ എടുത്താൽ മതി. കൊള്ളാം. എന്തുവേടാ താക്കോല് കാണുന്നില്ല. താക്കോല് ഞാൻ വണ്ടിയുടെ താക്കോല് എവിടെ വെച്ച്? ഇവിടെ വെച്ചിരുന്നേ. ഭർത്താവ് താക്കോല് വണ്ടി ഓടിച്ചു വണ്ടിയിലാണോ? ഓടിച്ചു വന്ന് ഞാൻ വന്നപ്പോ പിള്ളേരുണ്ടായിരുന്നു. പിള്ളേർ പോയി ഞാൻ വേണ്ടി പണിഞ്ഞ് എല്ലാം വെച്ച് പണി തീർത്തിട്ടാണ് ഞാൻ പോയി മേലും കഴുകി ആഹാരം കഴിച്ചേ. എന്നിട്ട് വന്നിട്ടാണ് ഞാനിപ്പോ തുടച്ചത്. താക്കോൽ ഇവിടെ ഉണ്ടായിരുന്നു. നീ അകത്തോലെ വെച്ച് പറഞ്ഞ? ഇല്ല. പിന്നെ എന്തോടാ പുള്ളി കളിക്കുന്ന നീ? താക്കോ നോക്ക എവിടെ കാണും പിള്ളേർ എവിടെ പോകാൻ നമ്മള്. നോക്ക്, ട്രെയിനിൽ കൊണ്ടുപോകേണ്ട വണ്ടിയാണ് അറിയാലോ. പറഞ്ഞിട്ടല്ലേ ഏൽപ്പിച്ചത്. കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ ചെയ്യണം. ഞാൻ അതുകൊണ്ട് സത്യം പറഞ്ഞ ഞാൻ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ല. അല്ല തങ്കച്ചേട്ടത്തി എടുത്ത് ചോദിച്ചു നോക്കും. ഞാൻ തിന്നത് എന്തോന്നാ കാണിക്കുന്ന നീ? മച്ചു കാണുന്നില്ല. ഉത്തരവാദിത്തം ഒരു കാര്യം ഏൽപ്പിച്ചല്ലേ ഞാൻ? ഞാൻ മനഃപൂർവ്വം ചെയ്യാം മച്ചമ്പി. ഞാൻ എന്റെ തൊഴിലല്ലേ. ഹോട്ടലിലും പോയാ? ഇല്ല ഞാനിവിടെ വന്നിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. പണി തീർത്തതിന് ശേഷം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ മേല് കഴുകാൻ പോയി വീർത്ത് ഉമ്മയുണ്ടെന്ന് പോയത്. ഞാൻ ഇതുവരെ താക്കോലും ഇതിന്റെ താക്കോല് കാണുന്നില്ല തങ്കച്ചേട്ടത്തി. ഇത് പണിഞ്ഞ് ഇവിടെ വെച്ച് ഞാൻ ഷാർട്ടില്ലെന്ന് പക്കയാക്കി വെച്ച. എന്നിട്ട് ഞാൻ കുളിക്കാൻ മാത്രമേ പോയുള്ളൂ. താക്കോൽ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ താക്കോൽ ഇവിടെ വെച്ചിട്ടല്ലേ പോയെ. ആ പയ്യനാണ് വണ്ടി കൊണ്ട് ബാംഗ്ലൂർ പോകാനുള്ളവണ്. എന്റെ പൊന്നു സാറേ, സാർ അത് ഇവന് പണി കൊടുക്കും. അങ്ങോട്ട് പണിയില്ല, ചോറിയും കുത്തിയിരുന്നപ്പോ നല്ല ഒന്നാന്തരം ഒരു പണി സാർ കൊണ്ട് കൊടുത്തതാ. അതൊക്കെ ഞാൻ കണ്ടു. അതിനായിട്ട് ഞാൻ പെരയിലോട്ട് മാത്രമേ പോകുള്ളൂ. ഞാൻ വേറെ എങ്ങും പോലും. പിള്ളേർ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ആരും ഞാൻ ഇവിടെ ഇല്ല. ഇവിടെ എല്ലാം ഞാൻ നോക്കി. സാറിനിട്ട് നല്ല ഒന്നാന്തരം പണി കൊടുത്തു. ഈ വണ്ടിയുടെയാ പണിഞ്ഞിട്ട് ഇവിടെ വെച്ചിരുന്നാലില്ല. ഇപ്പൊ ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്യൂ. എന്റെ മനഃപൂർവ്വം ചെയ്യാൻ അല്ലാതെ നോക്ക്, ഇവിടെ എവിടെങ്കിലും നടന്നു പോകൂ. വെച്ചിട്ടുണ്ടോ? അവിടെ എല്ലാം നോക്കിയില്ല പെണ്ണ ഞാന്. ആണോ? നീ എവിടെയെങ്കിലും കൊണ്ട് പണയമല്ലോ വെച്ചോന്നാ എനിക്ക് സംശയം. ചേച്ചി ഒന്ന് പോയാ ഇവിടുന്ന്. ഇവിടെ മനുഷ്യൻ അല്ലാതിരിക്കുമ്പോ പണയം വെക്കാം. കണ്ടാലേ എങ്ങനെ മുമ്പ് അങ്ങോട്ട് കയറി പോയത്. അതിന്റെ ചോറ് കഴിക്കാൻ താക്കോലാന്ന് വിചാരിച്ചു. വണ്ടി എടുക്കാമോ വരൂപ്പാ? അവരോട് പറയണം താക്കോല് കാണാനില്ലാന്ന് പറയണം. ബാംഗ്ലൂർ എത്ര വണ്ടിയാണ് 6 മണിക്കുള്ള ട്രെയിനില്? ഇതിപ്പോ മനുഷ്യർക്ക് ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ അടുത്ത ട്രെയിൻ പോവൂലേ കനക? അതാണോ ന്യായം? അതാണ് ന്യായം. ഒരാള് ശരിയാക്കാനായിട്ട് വണ്ടി തന്നു. ആ വണ്ടി മാനുവൽ സമയത്ത് കൊടുക്കണല്ലേ മര്യാദ. ഇവന് പണിയില്ലാത്തോണ്ടല്ലേ പഠിപ്പിച്ചു കൊടുത്തത്. എവിടെയാണ് കൊണ്ടുവച്ചത്? ഞാൻ എന്താ പറയണ്ടത്? ഇനി അടുത്ത ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറഞ്ഞോ? സംഘം വെറുതെ എന്തിനീ സാറിനെ പറയുന്നത്? സാറിന് ഉത്തരവാദിത്തം വണ്ടി കൊണ്ട് കൊടുത്ത സാറല്ലയോ? പിന്നല്ലാതെ സാറിനിട്ട് പണിയും കൊടുത്തിരിക്കുന്നു. ഇവൻ ആ സാറിനെ പറഞ്ഞാ മതിയല്ലോ. ആടാ പോണം മുങ്ങി അവൻ മുങ്ങി. ഇപ്പൊ വണ്ടി ശരിയായല്ലോ. അതാണോ താക്കോല്?
ഞാൻ വിളിച്ചായിരുന്നു വണ്ടി റെഡിയായി. ആ വണ്ടി ശരിയായിരിപ്പുണ്ട്. അല്ല ട്രെയിനിന്റെ സമയമായി. ആ ട്രെയിൻ എത്ര മണിക്കായിരുന്നു? 6 മണിക്ക്. 6 മണിക്കല്ലേ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓ സുരേഷ് എന്നെ വിളിച്ചായിരുന്നു. സുരേഷ് പറഞ്ഞാണ് പെട്ടെന്ന് അല്ല, പോകാൻ വേണ്ടിട്ട്. ഓ ചായ കുടിച്ചിട്ട് നമുക്കൊരു ചായ വല്ല. ആ ചായയൊക്കെ കുടിച്ചേ. അല്ല ചായ ഞാൻ കുടിച്ചോ? ചായ ചാവി ആ ചാവി മറ്റേ മാഹിയ ലോക്കേ ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്നകത്ത് മറന്നു. പണി തീർത്ത് വെച്ചേക്കുവാ. ഞാൻ വിളിച്ചോ പറഞ്ഞായിരുന്നു. വലിയ ഉപകാരം സാറേ, പെട്ടെന്ന് ഇതൊക്കെ ഇതിനകത്തിരുന്നേ. അതെ ആ ഇതെന്റെ തോർത്ത. പിന്നെ വന്നിട്ട് ലോക്ക് സെറ്റ് മാറി, പിന്നെ എഞ്ചിന്റെ മാറി, പെട്രോൾ ടാങ്കിന്റെ ടൂൾ ബോക്സിന്റെ മാറിയിട്ടുണ്ട്. പിന്നെ ഈ സൈലൻസിന്റെ സംഭവം നോക്കിയായിരുന്നു. സൈലൻസിന്റെ നോക്കി, അതിനകത്ത് എല്ലാം നോക്കിയിട്ടുണ്ട്. സ്പെയർ ഇതേ രണ്ടുപേരകത്തുണ്ട്. ഒരെണ്ണം മാറ്റിയിട്ടിട്ട് ഒരെണ്ണം അപ്പൊ യൂസ് ചെയ്താൽ മതിയേ. എത്രയും എഞ്ചിൻ ഓയിലും അതും ലോക്കും എല്ലാം കൂടെ 1600. ഇത് മതി. ശരി ശരി ഓക്കെ. ബൈക്ക് ചെയ്യുന്നതിന് മുമ്പേ പെട്രോൾ ഓഫ് ചെയ്ത് വെക്കണേ, അല്ലെങ്കിൽ അത് കിടന്ന് കുലി മാറി. ശരി ശരി വേഗം പോണേ. അടിക്കാനെ സ്റ്റാർട്ടായല്ലേ? വലിയ എന്താണ് നീ കാണിക്കുന്നത്? പേടിച്ചു പോയി മച്ചമ്പി. ഞാൻ ആദ്യമേ ലോക്ക് സെറ്റാ മാറിയ. ചെന്നപ്പോഴാണ് പറഞ്ഞ ലോക്ക് തേഞ്ഞിരിക്കാൻ പുതിയ ലോക്ക് വെക്കണേന്ന്. അത് ആദ്യമേ മാറിയിട്ട് ഈ താക്കോൽ ആ ഷർട്ടിന്റെ പോക്കറ്റിലായിരുന്നു. കുളിക്കാൻ പോയപ്പോ ആ പഴയ ഷർട്ടും മുഴിച്ചോണ്ട് അതെടുത്ത് അഴയെ കിടന്ന് പഴയ താക്കോലായിരുന്നു. പഴയ പുതിയ താക്കോലല്ല അടിച്ചോണ്ട് പഴയ താക്കലിൽ എന്തോ തന്നെ അത് പോയാൽ ലോക്ക് മാറിയില്ലേ? അതവിടെ കണ്ടുപോയി കാണും. അതിനെന്തിനാ ഇവിടെ കണ്ട് കിടപ്പുണ്ടായിരുന്നത്. മച്ചമ്മി കൊണ്ടുവന്ന കേസ് ഞാൻ അങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതെ ചെയ്യുമോ? കാര്യം മനസ്സിലായല്ലോ. മനസ്സിലായി. വഴക്ക് പറയുന്നത് വെറുതെ അല്ല, കാര്യം ഉണ്ടായിട്ടാ പറയണത്. ഇപ്പൊ ഇല്ലായിരുന്നുള്ള അവസ്ഥ ചോദിക്കണേ. ഇല്ല വരത്തില്ല. ഞാൻ എന്റെ അടുത്ത് ഞാൻ മണ്ണ് വാരിയിടും മച്ചമ്പി. ആ എന്തായാലും പൈസ കിട്ടിയല്ലേ? പൈസ കിട്ടി. ആ ചെലവാക്കാ വെച്ചാറേ. ചെലവാക്കണ്ടേ? അപ്പൊ ഇതുപോലെ എന്തിനാ ചെലവാക്കണത്? ആവോ പാടി.